ഗംഭീരമായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒത്തിരി 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 ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. പുതിയ കുട്ടിയുടെ പേര് പൂർണിമ നല്ല രസമായിട്ട് പറഞ്ഞു. പൂർണിമ ഇന്ദ്രൻ നല്ല ഗംഭീരമായിട്ടുള്ള ക്യാരക്ടർ നല്ല രസകരമായിട്ട് ചെയ്തത്. അതിൽ പടം ഒരു കൊച്ചു കഥ മനോഹരമായിട്ട് എടുത്തൊരു സംവിധാനം ഒരു വിജയമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു വിജയമാണ്. പക്ക ഫാമിലി ഉണ്ട്. ഫാമിലി സിനിമ തന്നെ കുടുംബത്തിൽ തന്നെ കുട്ടികളും ഫാമിലിക്ക് എല്ലാവർക്കും ഞാൻ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇങ്ങനെ റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് വെയിറ്റ് ചെയ്യുന്നു. അതിനകത്ത് വെയിറ്റ് ചെയ്യും. ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ഇപ്പം നന്നായിട്ട് വരും ചെയ്യുന്നു. ഒറ്റ വാക്കിന് പറയാൻ പറ്റുമോ? ഫാന്റാസ്റ്റിക്. വളരെയധികം സന്തോഷം. നിങ്ങളല്ലേ പറയണ്ടേ? എന്നോട് ചോദിച്ചു ഞാൻ നന്നായിട്ടുണ്ടോ? അപ്പോൾ പടം ഒക്ടോബർ 4 മുതൽ തിയേറ്ററിലുണ്ടാവും. എല്ലാവരും തിയേറ്ററിൽ കാണാം. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു ഫീൽ ഗുഡ്, കുറച്ച് മാജിക്കൽ സറിയലിസ്റ്റിക് മൂഡിലൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന പടമാണ്. അപ്പോൾ ഒക്ടോബർ 4. അതെ അതെ അതെ. അല്ല, ഞാൻ ഇങ്ങനെ സാറിൻ്റെ കൂടെ പരിചയപ്പെടുമ്പോഴും സാറിങ്ങനെ കഥകൾ പറയുമ്പോഴും ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ എനിക്കൊരു സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ളത്. വളരെ വലിയൊരു ഭാഗ്യമാണ് ഇങ്ങനെ പല്ലവി സാറിൻ്റെ സ്ക്രിപ്റ്റിനകത്ത് എത്രയോ ഹിറ്റുകൾ, എത്രയോ ക്ലാസിക്കുകൾ, അതിൻ്റെ കൂടെ ഈ സിനിമയും പറയപ്പെടും എന്നുള്ളത് വളരെ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. എന്തായാലും ഞാൻ സോ ഗ്രേറ്റ്. താങ്ക് യു എല്ലാവരും പടം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സ്റ്റഡി ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ക്ലാസിക്സ് എല്ലാം പല്ലവി സാറിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ അധികമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെന്താ പറയുക, അപ്പോൾ അതൊക്കെയാണ്. പടം കണ്ടിട്ട് ആൾക്കാർ ഭയങ്കര നല്ല അഭിപ്രായം പറയുന്നു. പടം ഹാപ്പിയായി ലാൻഡായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങളിത് പ്രൊമോട്ട് ചെയ്യുക. ഒക്ടോബർ 4 പടം തിയേറ്ററിലെത്തുകയാണ്. എന്താണ് പറയേണ്ടത്? പടം വർക്ക് ചെയ്ത ഒരു പടം ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ കണ്ടതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട്. ആൻഡ് ഷാൻവാസ്ക എന്ന് പറയുമ്പോൾ എൻ്റെ എന്താ പറയുക, സിനിമ എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച എൻ്റെ ആദ്യ ഗുരുവാണ്. അതെ. അപ്പോൾ ഇക്കയുടെ തന്നെ അടുത്ത പടത്തിലേക്ക് അഭിനയിക്കാൻ പറ്റിയതിന് വളരെയധികം സന്തോഷം. ആൻഡ് പലേരി സാറ് പോയിട്ട് ഒരു മുസ്ലിം ലെജൻഡറി ആയ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിന് ഒരു കഥാപാത്രമാകാൻ പറ്റി. അതിലും വളരെയധികം സന്തോഷം. പിന്നെ ഇത്രയും അടിപൊളി ആൾക്കാരുടെ കൂടെ അപ്പോൾ വളരെ നമ്മുടെ കൂടെയുള്ള ബേസിക്കലി നമ്മുടെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ എത്രത്തോളം പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് ഓടുമല്ലോ. അപ്പോൾ അത് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കണ്ട ഓഡിയൻസിനാണ് പറയേണ്ടത്. ഒറ്റ റിക്വസ്റ്റുള്ളൂ കാണികളോട്, നല്ല സിനിമയെ സ്വീകരിച്ച മലയാളി ഓഡിയൻസ് ഈ സിനിമ സ്വീകരിക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. കണ്ടൻറ്റിൽ വിശ്വസിക്കുന്ന സിനിമാ പ്രേമികളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിർബന്ധമായിട്ടും എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്നിട്ട് തന്നെ ഈ സിനിമ കാണുക, ആസ്വദിക്കുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് ഞങ്ങളെ അറിയിക്കുക. അത് ഞങ്ങൾക്ക് തുടർന്നുള്ള യാത്രകളിൽ വളരെ എനർജിയാവും. ഇനി ഞങ്ങളുടെ ഹീറോയിനും മധുമിയൊക്കെ എന്താ പറയുന്നത്, മധുമിയല്ല പ്രിയമ്പതയാണ്, ഇതിലെ ക്യാരക്ടർ പേരാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരായിരുന്നുണ്ടപ്പോൾ? അയ്യോ, വളരെയധികം സന്തോഷം. കാരണം നമ്മൾ ചെയ്ത് വെച്ച വർക്ക് ഇങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ, അതും എൻ്റയർ ടീം ആൻഡ് ഫാമിലിയോട് കാണുമ്പോൾ ഭയങ്കര വലിയ സന്തോഷമാണ്. സോ നിങ്ങളെല്ലാവരും ഒക്ടോബർ 4 തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. രഘുനാഥ് പല്ലേരി സാറിനെ പോലത്തെ ഇത്രയും ലെജൻഡറി ആയിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതിയ ഒരു മൂവിയാണ്. സോ ഒക്ടോബർ എന്താണ് അടിപൊളി. മാമിൻ്റെ കൂടെ ഇനിയും വർക്ക് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ
എൻ്റെ ആഗ്രഹം. അടിപൊളിയാണ്. പൂർണ്ണിമ ചേച്ചിനെ ശരിക്കും മിസ് ചെയ്തു. അടിപൊളി ചെയ്തു. പടം നല്ല പടമായിരുന്നു. ഹക്കിയുടെ പെർഫോമൻസ് ഇഷ്ടമായി, എല്ലാവരുടെയും പെർഫോമൻസ് ഇഷ്ടമായി. എൻറ്റയർ കാസ്റ്റ് നന്നായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് കഥ അറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നന്നായിട്ടുണ്ട്. ഫീൽ ഗുഡ് ആണോ എന്ന് ചോദിച്ചാൽ അതെല്ലാവരും കണ്ട് തന്നെ മനസ്സിലാക്കണം. എല്ലാവർക്കും കിട്ടുന്ന ഫീലിംഗ് വേറെ ആയിരിക്കും. ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണ് ഇത് ഹക്കി കുറച്ച് എനിക്ക് ഹക്കിയായിട്ട് തന്നെ കുറച്ച് തോന്നി. മാനറിസംസും സംസാരിക്കുന്ന രീതിയും ബോഡി ലാംഗ്വേജും എല്ലാം എനിക്ക് ഭയങ്കര ഹക്കിയുമായിട്ട് സിമിലർ ആയിട്ട് തോന്നി. ഡ്രൈവ് ചെയ്യുന്നതും എല്ലാം. അതായത് എല്ലാവരും അപ്പോൾ പടം പോയി കാണാം ഒക്ടോബർ 4th. പടം നല്ല രസമുള്ള പടം. അതായത് സെക്കൻഡ് ഹാഫ് ഭയങ്കര രസമുണ്ട്. ക്ലൈമാക്സിലേക്കൊക്കെ കിട്ടുമ്പോഴത്തേനും ഭയങ്കര രസമുണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം പലേരി സാറാണ് ഇത് സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ചെറുകഥ വായിച്ച് നമ്മൾ ഇറങ്ങുന്ന ഒരു ഫീൽ അത് എല്ലാവരും നന്നായിട്ടുണ്ട്. ഹക്കിം അടിപൊളിയാണ്, നല്ല രസമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആക്ടേഴ്സ് വൈസ് എല്ലാവരും നന്നായിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട്. ആ ക്യാരക്ടർ പേര് ഞാൻ പോയി പറഞ്ഞത്. അത് ഗംഭീരമായിട്ട് മൊത്തത്തിൽ നല്ല രസമുണ്ട്. എന്തോ ഇല്ല, ഞാൻ സത്യത്തിൽ ഇതിൻ്റെ ട്രെയിലർ പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഭയങ്കര രസമുണ്ട്. അല്ല അത് ഞാൻ പറയാം, സെക്കൻഡ് ഹാഫ് തന്നെ വരുന്ന സംഭവങ്ങളെല്ലാം നല്ല രസമുണ്ട്. താൻ എന്നെ ഇങ്ങനെ ഒരു ഊഷായിട്ട് നോക്കില്ല, എനിക്ക് പേടിയാണ്. ഇങ്ങനെ ലാസ്റ്റത്തെ വോയിസ് ഓവർ അല്ല നന്നായിട്ടുണ്ട്. ഓക്കെ ബൈ.